വൈകുന്നേരം 6 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ സിസ്റ്റത്തിനെ ഓഫാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കേവലം ഒരു എനർജി കാലറീസിന് വേണ്ടി മാത്രമുള്ളതല്ല. അത് നമ്മുടെ ബോഡിയുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക്, ഒരു ഋതമായിട്ട് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലപ്പോഴും അത് നമുക്ക് പോയ്സണായിട്ട് മാറാറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ക്രമം, ഋതം തെറ്റാനായിട്ട് അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, വടക്കഞ്ചേരി, പാലക്കാട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റിവിറ്റി കുറയും. കാരണം മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു സ്ലീപ്പ് ഹോർമോൺ ഉണ്ട്. അത് രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ബോഡി റെസ്റ്റ് ആകുന്ന ടൈമിൽ നമ്മുടെ ബോഡി ബ്രെയിൻ ചുരക്കുന്ന ഒരു ഹോർമോണാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഈ മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിന് സിഗ്നൽ ചെയ്യുന്നത് നമ്മുടെ ശരീരം ഫാസ്റ്റിങ്ങിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ്റെ അളവൊക്കെ കുറയ്ക്കണം എന്നാണ് പറഞ്ഞ് സിഗ്നൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര ഹെവി ലോഡായിട്ടുള്ള ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ ടോട്ടലായിട്ട് ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ സിസ്റ്റം, അതായത് ഓട്ടോഫേജി എന്ന് പറയും. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കുന്നത്, അതേപോലെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ, അതേപോലെ തന്നെ എൻസൈംസ്, അതിൻ്റെ ബൈ പ്രോഡക്ട്സ്, വേസ്റ്റ് പ്രോഡക്ട്സ്, ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന ടൈമിൽ, അതായത് ജോലികളൊക്കെ തീർത്ത് നമ്മുടെ ശരീരം എല്ലാം വൈൻഡപ്പ് ചെയ്യുന്ന ഒരു ടൈമിലാണ് ആ ഓട്ടോഫേജി പ്രോസസ്സിലോട്ട് പോകുന്നത്. എന്നാൽ പലപ്പോഴും ലേറ്റ് നൈറ്റിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഈ ഒരു റിപ്പയർ സിസ്റ്റം, നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ സിസ്റ്റമായിട്ടുള്ള ഓട്ടോഫേജിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ ഫുള്ളായിട്ട് പുറത്ത് കളയുകയുമില്ല, അത് ബോഡിയിൽ അടിഞ്ഞുകൂടി മെറ്റബോളിക് വേസ്റ്റായിട്ട് കൂടുകയും ഇത് ശരീരത്തിന് ക്രമേണ ദോഷകരമാവുകയും ചെയ്യും. ലേറ്റ് നൈറ്റ് ഡിന്നർ പലപ്പോഴും നമുക്കുള്ളൊരു ശീലമാണ്. 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി 12 മണിക്കാണെങ്കിലും ഒരു ഹെവി മീൽസ് അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ ലെവൽ കൂട്ടും. ഇത് കൂടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്രേവിങ്സ്, അടുത്ത ദിവസം നമ്മുടെ ക്രേവിങ്സ്, മൂഡ് സ്വിങ്സ്, ഇതിനൊക്കെ തന്നെ ഇത് സാരമായിട്ട് ബാധിക്കും. നമുക്ക് ഷുഗർ ക്രേവിങ്സ് കൂടും. സ്ട്രെസ് ഹോർമോൺ വരുന്ന ടൈമിൽ നമുക്ക് ഫുഡിനോട് അമിതമായിട്ടുള്ളൊരു ക്രേവിങ് ഉണ്ടാവും. ഇതൊരു ഡോപ്പമിൻ ഹങ്കർ എന്നാണ് പറയുക, അല്ലാതെ ശരിക്കത്തെ വിശപ്പല്ല. പലപ്പോഴും നമുക്ക് വിശപ്പെന്ന് തോന്നുന്നത് വെള്ളം ദാഹിച്ചാലും നമുക്ക് വിശപ്പായിട്ടാണ് അത് സിഗ്നൽ ചെയ്യുന്നത്. അത് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത് റീറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ലേറ്റ് നൈറ്റ്സിൽ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഈ കോർട്ടിസോൾ ലെവൽ, സ്ട്രെസ് ഹോർമോൺ കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഗർലിൻ, ലെപ്റ്റിൻ എന്ന് പറയുന്ന 2 ഹോർമോണുകളുണ്ട്. അതായത് ശരീരം ഭക്ഷണം മതി എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത്. ഗർലിൻ എന്ന് പറയുന്നത് ഹങ്കർ ഹോർമോണാണ്. അതായത് വിശക്കുന്നു, ഇനിയും എനിക്ക് ഭക്ഷണം വേണം എന്നുള്ള തോന്നൽ. അപ്പോൾ ഈ ഒരു ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ അത് നോർമലായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭക്ഷണം 6 മണി 6:30 ആ ഒരു ടൈമോട് കൂടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലേറ്റ് നൈറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാം തന്നെ ഈ ലെപ്റ്റിൻ്റെ ലെവൽ കുറയ്ക്കും. അതായത് മതി എന്നുള്ള തോന്നൽ നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽ ചെയ്യുകയില്ല. എന്നാൽ ഇനിയും വേണം എന്നുള്ള ഗർലിൻ ഹോർമോൺ കൂടുതലായി ചുരക്കുകയും ഇത് അമിതവണ്ണം, അതായത് ഒബിസിറ്റി, ഫാറ്റി ലിവർ, ഡയബറ്റിസ്, പ്രമേഹം, BP ഇങ്ങനെ പല ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു കാരണമായി മാറുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു എൻസൈം MTOR എൻസൈം എന്നുള്ളത് ആക്ടിവേറ്റ് ആവും. ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ സിസ്റ്റം എന്ന് പറയപ്പെടുന്ന ഓട്ടോഫേജി പ്രോസസ്സ് ഇത് നടക്കില്ല, ഇത് ബ്ലോക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഈ ഫാസ്റ്റിംഗ്, അതായത് നമ്മൾ ഒരു ഭക്ഷണവും കഴിക്കാതെ ഇരിക്കുന്ന ആ ഒരു ടൈം, ഫാസ്റ്റിംഗ് സമയം, ഈ ഒരു ഓട്ടോഫേജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ സിസ്റ്റം, നമ്മുടെ ശരീരം, മൈൻഡ്, സെൽസ് ഇതെല്ലാം റിജുവനേറ്റ് ചെയ്യാൻ, അതായത് പുതിയ തോതിൽ അത് പുതിയ ലെവലിൽ ഉൽപ്പാദിപ്പിക്കാൻ, ഉന്മേഷത്തോടു കൂടിയിട്ട് പൂർവാധികം ശക്തിയോടുകൂടെ ഇരിക്കാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്
ഏർലി ആയിട്ട്, അതായത് കുറേ മുന്നേ തന്നെ രാത്രിത്തെ അത്താഴം എടുക്കുക എന്ന് പറയുന്നത്. വൈകിട്ടുള്ള അത്താഴം പരമാവധി കുറയ്ക്കുക. അതിൽ തന്നെ മിക്കപ്പോഴും നമുക്കുള്ളത് ഡോപ്പമിൻ ഹങ്കർ ആയിരിക്കും. അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗർലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചുരക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ റിവാർഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആ ഒരു ക്രേവിങ്സ് നമ്മൾ ഡോപ്പമിൻ്റെ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടും ആ ക്രേവിങ് അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടുമാണ് ലേറ്റ് നൈറ്റ്, അതായത് 10 മണി 11 മണിക്ക് ശേഷം നമ്മൾ ആ ഒരു ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഇപ്പോഴും നമ്മളിൽ പലരും 9 മണിക്ക് രാത്രി അത്താഴം ഡിന്നർ കഴിക്കുന്നവരുണ്ട്, 10 മണി 11 മണി 11:30, അതായത് കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ കഴിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആമാശയം, അതേപോലെ വൻകുടൽ, ഇതൊക്കെ നമ്മൾ ഉറങ്ങുന്ന ടൈമിലും അവരും ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരും അതേപോലെ റെസ്റ്റിംഗ് ഫേസിലാവുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അധികം പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും തരുന്നുണ്ടാവും. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ അത്താഴം നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ ശീലം ചെറുപ്പം തൊട്ട് തന്നെ 6-6:30 ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനായിട്ട് പറ്റും. നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവില്ല, ഫാറ്റി ലിവർ ഉണ്ടാവില്ല, PCOS PCOD പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ, അങ്ങനെ BP, കൊളസ്ട്രോൾ, പല ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് 6-6:30 ആ ഒരു ടൈമിൽ അത്താഴം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെ കഴിക്കുന്ന ടൈമിൽ രാവിലെ 12 മണിക്കൂർ, അതായത് രാവിലെ 6 മണി വരെ എന്ന് പറയുമ്പോൾ ഒരു 12 hours, 12 മണിക്കൂർ നമുക്ക് ഫാസ്റ്റിംഗ് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി അത്രയധികം കൂടും. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയർ സിസ്റ്റം, ആ ഓട്ടോഫേജി, ആ ഒരു മെക്കാനിസത്തിനെയും കൂട്ടുകയും നമ്മുടെ സെൽസിനൊക്കെ പുതിയൊരു ഗ്രോത്ത്, നല്ല രീതിക്ക് വേസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ചില വേസ്റ്റ് പ്രോഡക്റ്റുകൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ അസിഡിറ്റി, പുളിച്ചു തേട്ടൽ, വയറ് വീർക്ക, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പരമാവധി ഈ ഒരു ലേറ്റ് നൈറ്റ് ഡിന്നർ ഒഴിവാക്കിയിട്ട് 6 മണിക്ക് മുന്നേ, വൈകുന്നേരം 6 മണിക്ക് മുന്നേ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ശീലിച്ച് നോക്കി അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഈ നേരത്തെ കഴിക്കുന്ന അത്താഴം വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അസിഡിറ്റി, പുളിച്ചു തേട്ടൽ, ഇത് ഒഴിവാക്കാനും ഹെൽപ്ഫുള്ളാണ്. ചിലർക്കെങ്കിലും 6 മണിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നീട് വിശക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ സിഗ്നൽ ചെയ്യാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഒരു 8 മണി ആകുമ്പോഴേക്കും തന്നെ ബ്രഷ് ചെയ്ത് നമ്മൾ അത് ബ്രെയിനിന് സിഗ്നൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അതും കൂടുതൽ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ ലെവലും 6 മണി 7 മണിക്ക് ശേഷം ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കിഡ്നി ഫംഗ്ഷനൊക്കെ നോർമലായിട്ട് പ്രവർത്തിക്കാൻ സഹായകരമാവുന്ന ഒന്നാണ്. നമ്മൾ രാവിലെ നമ്മുടെ ബോഡി ആക്റ്റീവായിരിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന രാവിലത്തെ ഭക്ഷണം, പ്രാതൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ പവറിനെയും അതേപോലെ ഉന്മേഷക്കുറവ്, നമ്മുടെ ഓർമ്മശക്തി, ഇതിനൊക്കെ തന്നെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്. എന്നാൽ രാത്രിത്തെ അത്താഴം കുറച്ചുകൂടി ലഘുവായിട്ട് മുന്നേ 4 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ മുന്നേ തന്നെ, അതും 6 മണിക്ക് മുന്നേ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെലാറ്റോണിൻ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ ഇൻസുലിൻ്റെ ആക്ഷൻ ഉണ്ടാവില്ല. ഇൻസുലിൻ്റെ ആക്ഷൻ ഇല്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ്, അതായത് നമ്മുടെ പരമാവധി നമ്മൾ 80-90% നമ്മൾ കഴിക്കുന്നത് അന്നജമാണ്, പ്രോട്ടീൻ അല്ല. അപ്പോൾ അന്നജത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ ഇൻസുലിൻ്റെ ഒരു ഉൽപ്പാദനം ഇല്ലാതെ തീർച്ചയായിട്ടും നടക്കില്ല. അപ്പോൾ മെലാറ്റോണിൻ ചുരക്കുന്ന സമയത്ത് ഇൻസുലിൻ ചുരക്കില്ല. അപ്പം നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ കെട്ടിക്കിടക്കാനാണ് സാധ്യത. ഇതുകൊണ്ടാണ് പലർക്കും ദഹനത്തിൻ്റെ ആ ഒരു അസ്വസ്ഥതകളും, പുളിച്ചു തേട്ടൽ, അസിഡിറ്റി, അതേപോലെ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന വയറ് വീർത്ത് കെട്ടുന്നത്, ഇതൊക്കെ തന്നെ രാത്രി അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ 6-7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വരുന്ന ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന കേവലം ഒരു കാലറി, ഇന്ധനം എന്നൊക്കെ പറയില്ല, ഫ്യൂവൽ, അത് മാത്രമല്ല, അതിനൊരു ടൈമിംഗ് ഉണ്ട്. നമ്മുടെ ബോഡിയുമായിട്ട് നമ്മുടെ ശരീരവുമായിട്ട് ആ ഒരു ഋതത്തിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ പല അസുഖങ്ങളും വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഋതം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് ഓരോ സിഗ്നൽസ് പുറപ്പെടുവിക്കും. അത് ഉറങ്ങണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അതിൽ ചില ഹോർമോൺ, ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, സെർക്കാഡിയൻ ഋതം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഹോർമോണിൻ്റെ ഒരു സന്തുലിതാവസ്ഥ. രാവിലെ എന്ത് ഹോർമോണാണ് കൂടുതൽ വേണ്ടത്? രാവിലെ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കും, കാരണം മെലറ്റോണിൻ്റെ ലെവൽ കുറവായിരിക്കും. രാത്രിയാകുമ്പോൾ ഇൻസുലിൻ കുറയ്ക്കണം,
അതേപോലെ ശരീരം റെസ്റ്റിംഗ് ഫേസിലോട്ടാണ് പോകുന്നതെന്ന് നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. ആ ഘടനയെ മനസ്സിലാക്കി നമ്മൾ അതിലൂടെ, അതായത് നേച്ചറുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാലം അസുഖങ്ങളൊന്നുമില്ലാതെ മരുന്നുകളൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, വടക്കഞ്ചേരി, പാലക്കാട്.